ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാർട്ട്ണർ എപ്പോഴെങ്കിലും നിങ്ങളെ പബ്ലിക്കായിട്ട് അപമാനിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ അത് അവരുടെ പാർട്ട്ണറോട് തുറന്നു പറയും. അതായത്, നീ എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇനി അങ്ങനെ പറയരുത് എന്നൊക്കെ. അവരത് ആ സമയത്ത് തല കുനിക്കൊക്കെ സമ്മതിക്കും. പക്ഷെ പിന്നെയും ഇവർ ഈ പരിപാടി വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതായത്, നിങ്ങൾ എത്ര വിലക്കിയാലും ഇതല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും തെറ്റുകൾ അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അവർ നിങ്ങളുടെ വാക്കിന് ഒരു വില നൽകത്തില്ല. പല സന്ദർഭങ്ങളിലും ആളുകൾ ചെയ്യുന്നത് പങ്കാളിയുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരോട് ദേഷ്യപ്പെടും, അവരെ ചീത്ത വിളിക്കും, അവരോട് റേസ് ആവും, ചിലപ്പോൾ കൈപൊക്കി രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യും. പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമം വെച്ച് സ്ത്രീകളെ ആക്രമിക്കുന്നതൊക്കെ ഭയങ്കര വലിയ ക്രൈമാണ്. അതായത്, അവർക്ക് തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അങ്ങനത്തെ പരിപാടികൾ നമുക്ക് തന്നെ കുരിശാവും. ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ ജീവിതം തന്നെ നശിച്ചു പോകും. ഇത് നേരെ തിരിച്ചും സംഭവിക്കാം. ഇത്തരം സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഡിസ്റെസ്പെക്റ്റ് ഫേസ് ചെയ്ത ആ നിമിഷം തൊട്ട് അവരുമായിട്ട് നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങൾ അവരോട് ഇടപഴകിയിരുന്നത്, ഇനി അങ്ങോട്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തുക. അവർ പറയുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ മൗനം പാലിക്കുക. അതുമല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ കൂടി കേട്ടില്ല എന്നടിക്കുക. ഇനി അവരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും അതും നിങ്ങൾ കേട്ടില്ല എന്നടിക്കുക. ഇനി അവരെ മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ ചോദിക്കാം ഉത്സാഹത്തോടെ. റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ ഡിസ്റെസ്പെക്റ്റ് സംഭവിച്ചതിന് ശേഷം അത്തരം സംസാരങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ് മാത്രം സംസാരിക്കുക. അവർ ഈ റിലേഷൻഷിപ്പിന് വില കൊടുക്കുന്ന ആളാണെങ്കിൽ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇമോഷണലി ഹേർട്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരം പെരുമാറ്റം കാണുമ്പോൾ തീർച്ചയായിട്ടും അവർ പശ്ചാത്തപിക്കും, അല്ലെ അവർ ചിന്തിക്കും അവരുടെ തെറ്റിനെ കുറിച്ച് ഓർത്ത്. അവർ നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും, എൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് തെറ്റുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം പറയാം. അവരതിനെ മാപ്പ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മാപ്പ് കൊടുക്കുക, അവരോട് അപ്പോൾ ക്ഷമിക്കുക. പിന്നെ ഒരിക്കലും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. ഒരു അപമാനമുണ്ടായപ്പോൾ നിങ്ങൾക്കുണ്ടായ വിഷമം എന്താണോ അതേ വിഷമം തന്നെയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ആക്ഷൻ അവർ കാണുമ്പോൾ അവർക്കുണ്ടാവുന്നത്. ഇനി നിങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും തരാത്ത വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ നിങ്ങളുടെ ഈ പെരുമാറ്റങ്ങളൊന്നും തന്നെ ഒരു തരത്തിലും അവരെ ബാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മുന്നിൽ നമ്മൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക. ഇങ്ങനൊരാളാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള എല്ലാ കണക്ഷനും അവസാനിപ്പിക്കുക, അവരെ ഒഴിവാക്കുക. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റേ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.